സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2015 പാർട്ട് 4 നമ്മളിന്ന് ചെയ്യുന്നത്. സോ 1 2 3 പാർട്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു പാർട്ട് കാണുക. സോ ഈ 4ാമത്തെ പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത് 61 മുതലുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ 60 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. സോ 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദി, അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്തു, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എടുത്തു കളഞ്ഞു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് എടുത്തു കളഞ്ഞു, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് എടുത്തു കളഞ്ഞു. സോ അത് എടുത്തു കളഞ്ഞത് ഏത് അമെൻഡ്മെൻറ്റ് പ്രകാരമാണെന്നാണ് ക്വസ്റ്റ്യൻ. എത്രാമത്തെ അമെൻഡ്മെൻ്റ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 44ാമത്തെ അമെൻഡ്മെൻറ്റ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളയുന്നത്. സോ റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. എടുത്തു കളഞ്ഞ ആ ഇയർ, അതായത് 44ാമത്തെ അമെൻഡ്മെൻറ്റ് ഏത് ഇയറാണെന്നാണ് മുന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 44ാമത്തെ അമെൻഡ്മെൻറ്റ് 1978 കൊണ്ടുവരുന്നത്. ജനതാ പാർട്ടി കൊണ്ടുവരുന്നത് 1978. ഇനി ആ 44ാമത്തെ അമെൻഡ്മെൻറ്റ് പ്രകാരം വന്നിട്ടുള്ള 1-2 മാറ്റങ്ങൾ കൂടി പറയാം. ഒന്നാമത്തെ മാറ്റം, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള ടേം മാറ്റിയിട്ട് അവരെന്ത് ചെയ്തു, ആംഡ് റെബല്യൻ എന്നുള്ള പേരാക്കി. അതായത് പലപ്പോഴും നാഷണൽ എമർജൻസിക്കൊക്കെ ഈ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള ടേം വെച്ചിട്ടാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം അവർ ഇൻറ്റേർണൽ എമർജൻസി എന്നുള്ള പേര് മാറ്റിയിട്ട് എന്ത് ചെയ്തു, ആംഡ് റെബല്യൻ എന്നുള്ള ആ ഒരു ടേം കൊണ്ടുവന്നു. പിന്നെ ഉള്ളത് ക്യാബിനറ്റ് എന്നുള്ള ടേം കൊണ്ടുവന്നു. അപ്പോൾ 44ാമത്തെ അമെൻഡ്മെൻറ്റ് പ്രകാരം വന്നതാണ് ആംഡ് റെബല്യൻ, ക്യാബിനറ്റ് എന്നുള്ള ടേം. പിന്നെ ഒന്നുകൂടി ഓർമ്മിക്കേണ്ടത് 21ാമത്തോ എന്താണ് ആർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ പറ്റില്ല, എമർജൻസീൻ്റെ ടൈമിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇത് കൂടി കൊണ്ടുവരുന്നത് 44 അമെൻഡ്മെൻറ്റ് 44. സോ അമെൻഡ്മെൻറ്റ് 44 ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുകൂടി പറയാം. എന്താണ്, 44ാമത്തെ അമെൻഡ്മെൻറ്റ് വരുന്ന 1978. ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള ടേം മാറ്റി ആംഡ് റെബല്യൻ കൊണ്ടുവന്നു, ക്യാബിനറ്റ് എന്നുള്ള ടേം കൊണ്ടുവന്നു. അതേപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ് 20ഉം 21 എന്ത് ചെയ്യാൻ പറ്റില്ല, എമർജൻസിയുടെ സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുകൂടി കൊണ്ടുവന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് 42ാമത്തെ അമെൻഡ്മെൻറ്റ്. 42 സോ ഇതിൻ്റെ മുമ്പുള്ളതാണ്, 44 മുമ്പുള്ളതാണ്. 42ാമത്തെ അമെൻഡ്മെൻറ്റ് 4-2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1976 അങ്ങനെ ഓർമ്മിച്ചാൽ. ഇന്ദിരാഗാന്ധിയുടെ ടൈമിലാണ് ഈ 42ാമത്തെ അമെൻഡ്മെൻറ്റ് വരുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 42 വളരെയധികം അമെൻഡ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. സോ അതുകൊണ്ട് തന്നെ അതിനെന്ത് പറയുന്നു, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. അതേപോലെ ഈ പ്രിയാമ്പിളിൽ എന്ത് ആഡ് ചെയ്തു, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി, ഈ 3 ടേമുകൾ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തത് ഈ 42ാമത്തെ അമെൻഡ്മെൻറ്റ് പ്രകാരമാണ്. അതേപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തു. നമുക്കറിയാം 51A, ആർട്ടിക്കിൾ 51A 51ലെ അമെൻഡ്മെൻറ്റാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്യും, ആഡ് ചെയ്തു. അതേപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ 42 വരുന്നുണ്ട്. അതേപോലെ പാർലമെൻറ്റിലെ സോവറിയൻ പവർ, അതായത് പാർലമെൻറ്റിനാണ് ഏറ്റവും വലിയ പവർ എന്നുള്ളത് 42 അവർ കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു. അതേപോലെ പാർലമെൻറ്റിൻ്റെ ഒരു കാലാവധി എന്നുള്ളത് 5 വർഷം 6 വർഷം ആക്കിയിട്ടുണ്ടായിരുന്നു 42. പക്ഷേ 44 എന്ത് ചെയ്തു, അത് മാറ്റി തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ 5 വർഷം തന്നെ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതുകൂടി ഓർമ്മിക്കുക. അതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ ഓർമ്മിക്കാനുള്ളത്. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ചെയർമാൻ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ബൈ, അതായത് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് സ്റ്റേറ്റിൻ്റെ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അതേപോലെ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്, ഗവർണറാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഗവർണറാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിലും അവർ റിമൂവ് ചെയ്യുന്നത് ആരാണ്, പ്രസിഡൻ്റാണ്. ഓർമ്മിക്കുക, പ്രസിഡൻ്റാണ് റിമൂവ് ചെയ്യുന്നത്, അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. UPSCയുടെ കേസ് എടുക്കുന്നതാണെങ്കിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതോ റിമൂവ് ചെയ്യുന്നതോ ഒക്കെ ആര് തന്നെയാണ്, പ്രസിഡൻ്റ് തന്നെയാണ്. UPSCയുടെ കേസിലാണ് ആ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൽ ഓർമ്മിക്കാനുള്ളത് കുറച്ച് അഡീഷണൽ ഫാക്റ്റ്. ഒന്ന് ഞാൻ പറഞ്ഞു, PSCയുടെ ചെയർമാൻ മെമ്പേഴ്സിനെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്, അത് അവിടെ ഓർമ്മിക്കാം. അടുത്തത് വേലായുധൻ. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ PSCയുടെ ആദ്യത്തെ ചെയർമാനാണ് വേലായുധൻ. ഇപ്പോഴത്തെ ചെയർമാനാണ് സക്കീർ. കേരളത്തിലെ PSCയുടെ ആദ്യത്തെ ചെയർമാനാണ് വേലായുധൻ, ഇപ്പോഴുള്ളതാണ് സക്കീർ. UPSCയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 1924 ലീ കമ്മീഷൻ പ്രകാരമാണ് UPSC നിലവിൽ വരുന്നത്.
സോ 1924 ലീ കമ്മീഷൻ പ്രകാരമാണ് UPSC നിലവിൽ വരുന്നത്. എന്നാൽ നിലവിൽ വരുന്നത് 1926 സോ ലീ കമ്മീഷൻ 1924 നിലവിൽ വരുന്നത് UPSC നിലവിൽ വരുന്നത് 1926 ഇനി ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് UPSCയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾ 315 to 323 വരെയാണ് UPSCയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. അടുത്തതാണ് റോസ് ബാർക്കറാണ് ആദ്യത്തെ UPSCയുടെ ചെയർമാൻ. UPSCയുടെ ആദ്യത്തെ ചെയർമാനാണ് റോസ് ബാർക്കർ. ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ചെയർമാനാണ് കൃപലാനി. ഇൻഡിപെൻഡൻസ് ശേഷം ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് കൃപലാനിയാണ്. കേരളത്തിൽ നിന്നുള്ള മെമ്പറായിരുന്നു. UPSC ചെയർമാൻ ആരും ആയിട്ടില്ല, മെമ്പറാണ് അടിയോടി. സോ അതുകൂടി അവിടെ എന്ത് ചെയ്യാം, ഓർമ്മിക്കാം. നമുക്ക് 63ാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കാനുള്ളത്. 63 എന്താണ്? ഹു ആക്ട് ആസ് ദി പ്രസിഡന്റ്, ഹു ആക്ട് ആസ് ദി ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് ദി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ, അതായത് PAC എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ പറയുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് എന്താണ്? കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെങ്കിൽ CAG എന്നറിയപ്പെടും. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്മുടെ അക്കൗണ്ട്സ്, പ്രത്യേകിച്ച് ഗവൺമെൻറ് ചിലവുകളൊക്കെ ചില കാര്യത്തിലൊക്കെ അവരെന്ത് ചെയ്യും, ആ ഓഡിറ്റ് ചെയ്യും. സോ അത് ഓഡിറ്റ് ചെയ്യണ മെയിനായിട്ട് എന്ത് വേണം? ഈ CAGയുടെ റിപ്പോർട്ട് വേണം. സോ അത് തമ്മിൽ എന്ത് ചെയ്യേണ്ടത്? കോവർക്ക് ചെയ്ത് ഒന്നിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങൾ പോസിബിൾ ആവും. ഇനി നമുക്ക് ഓർമ്മിക്കാനുള്ളൊരു കാര്യം CAGയുടെ ആർട്ടിക്കിളാണ്. CAGയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 148, 148 CAGയുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇനി റിമൂവ് ചെയ്യുന്നത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. റിമൂവ് ചെയ്യുന്നത് ആര് തന്നെയാണ്? പ്രസിഡൻ്റ് തന്നെയാണ് CAGയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി CAG അറിയപ്പെടുന്നൊരു പേരാണ് ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്. പബ്ലിക് പേഴ്സിൻ്റെ ഗാർഡിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ CAG തന്നെയാണ്. CAGയുടെ ഫസ്റ്റിലത്തെ ചെയർമാനാണ് CAG കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറലാണ് ആര്? നരഹരി റാവു ആണ് ആദ്യത്തെ CAG എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ CAG രാജീവ് മഹർഷിയാണ് ഇപ്പോഴത്തെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ. 64ാമത്തെ ക്വസ്റ്റ്യൻ, എൻ ഓർഡർ ഓഫ് കോർട്ട് ടു പ്രൊഡ്യൂസ് എ പേഴ്സൺ സഫറിങ് ഡിറ്റൻഷൻ ഈസ് കോൾഡ്. അതായത് വ്യക്തികൾ എന്ത് ചെയ്യുക, തടവിൽ വെക്കുമ്പോൾ അവരെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന റിട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഡർ അല്ലെങ്കിൽ റിട്ട് അതേതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ് ആ ഒരു റിട്ടിനെ പറയുന്ന പേര്. നമുക്കിതിൽ തന്നിരിക്കുന്ന റിട്ട്, അതിന് മുമ്പ് റിട്ട് റിട്ട് എന്ന് വെച്ചാൽ ഹൈക്കോടതി എല്ലാം സുപ്രീം കോർട്ട് പുറപ്പെടുവിക്കുന്ന ഓർഡറുകളാണ് റിട്ട് എന്ന് പറയുന്നത്. സോ സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ 32 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിട്ട് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഹൈക്കോർട്ടിൻ്റെ റിട്ട് ആർട്ടിക്കിൾ 226 വെച്ചിട്ടാണ് പുറത്തുവിടുന്നത്. സോ ആർട്ടിക്കിൾ 32 ഓർമ്മിക്കുക, 226. അടുത്തത് 5 റിട്ടുകളാണുള്ളത്. 5 റിട്ടുകളിൽ എന്താണ് 4 ഇവിടെ പറയുന്നുണ്ട്. ആ 4 എന്താണെന്ന് നമുക്ക് നോക്കാം. 5ാമത്തെ റിട്ട് എന്ന് പറയുന്നത് പ്രൊഹിബിഷനാണ്. പ്രൊഹിബിഷൻ ഇതിൽ പറയാത്തൊന്ന്. സോ അത് അവിടെ ഓർമ്മിക്കാം. എന്തായാലും 4 റിട്ടില്ല. ആദ്യത്തേത് റിട്ട് മാൻഡമസ്. മാൻഡമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി കമാൻഡ് എന്നാണ്. വി കമാൻഡ്. മാൻഡമസ് എന്ന് വെച്ചാൽ അതായത് താഴെ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ അവരെ കമാൻഡ് ചെയ്യാം. ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി കമാൻഡ് ചെയ്യാണ് മാൻഡമസ്. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം മീനിങ് എന്ന് പറയുന്നത് ടു ഹാവ് ദ ബോഡി. അതായത് ടു ഹാവ് ദ ബോഡി എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, അവരുടെ ശരീരം ഫിസിക്കൽ ബോഡി ഹാജരാക്കാൻ വേണ്ടി പറയുന്നതാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തതാണ് സെർട്ടിയോറാറി. സെർട്ടിയോറാറി എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ടു ബി സർട്ടിഫൈഡ് എന്നാണ്. ടു ബി സർട്ടിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചില കീഴ്ക്കോടതിയിലൊക്കെ കേസുകൾ എന്ത് ചെയ്യും, പെൻഡിങ് ആയിട്ട് കിടക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം, ഹയർ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു റിട്ടാണ് സെർട്ടിയോറാറി. അടുത്തതാണ് ക്വോ വാറണ്ടോ. ക്വോ വാറണ്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ബൈ വാട്ട് അതോറിറ്റി. ബൈ വാട്ട് അതോറിറ്റി എന്നാണ് അതിൻ്റെ മീനിങ്. ശരിക്കും എന്തിനാണെന്ന് വെച്ചാൽ ചില വ്യക്തികൾ പബ്ലിക് ഓഫീസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് എന്ത് അതോറിറ്റി, അതായത് എന്ത് നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അവർ പദവി ഉള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്വോ വാറണ്ടോ. പിന്നെ ലാസ്റ്റ് ഇതിൽ പറയാത്തൊന്നാണ് ഞാൻ പറഞ്ഞ പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്താണ്, കീഴ്ക്കോടതി അതിൻ്റെ ജുറിസ്ഡിക്ഷൻ ചില അധികാര പരിധികൾ ലംഘിക്കുമ്പോൾ മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് പ്രൊഹിബിഷൻ. 65ാമത്തെ ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് ബോറോഡ് ഫ്രം. നമുക്കറിയാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നമ്മൾ DPSP എന്ന് പറയും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് ഓരോ സ്റ്റേറ്റിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു നിർദ്ദേശം കൊടുക്കുന്ന കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡ് എന്നാണ്.
ഓക്കെ, ഐറിഷ് റിപ്പബ്ലിക്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. കുറച്ച് കടമെടുത്തിരിക്കുന്ന നമുക്കറിയാം, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കടമെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നത്. സോ അയർലൻഡിൽ നിന്ന് കടമെടുത്ത 3 കാര്യങ്ങൾ ഓർമ്മിക്കാനുള്ളൂ. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, പിന്നെ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ, രാജ്യസഭാ സീറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാജ്യസഭാ സീറ്റിൻ്റെ നോമിനേഷൻ. അപ്പോൾ ഇത് 3 അയർലൻഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ജർമ്മനിയിൽ എടുത്ത ഒരു 2 കാര്യം പറയാം. ഒരു കാര്യം പറയാം, സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഡ്യൂറിങ് എമർജൻസി. അതായത് എമർജൻസിയുടെ ടൈമിൽ എന്ത് ചെയ്യും, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരം എടുത്തിരിക്കുന്നത് ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വെച്ചിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഒന്ന് ജപ്പാനാണ്. ജപ്പാൻ്റെത് ഓർമ്മിക്കാനുള്ള പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അതായത് ലോ പ്രകാരമുള്ള പ്രൊസീജിയർ, ആ ഒരു ഘടന എടുത്തിരിക്കുന്നത് ജപ്പാനിലാണ്. ഇനിയുള്ളതാണ് ലാസ്റ്റിലത്തെ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന അമെൻഡ്മെൻറ്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആ ഒരു കട എടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക എന്നാണ്. ഇതുകൂടാതെ നിങ്ങൾക്കറിയാം, ഇതുകൂടാതെ USA, UK, അതേപോലെ 1935 ആക്ട്, ഇതിൽ നിന്നൊക്കെ വളരെയധികം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയ, കാനഡ. സോ അതൊക്കെ കുറേ കൂടുതലുണ്ട്, അതൊക്കെ എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ കുറച്ചായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 66 സതി സെൽഫ് ഇമ്മോലേഷൻ ഓഫ് വിഡോസ് വാസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ ഇൻ ബംഗാൾ ഇൻ 1829 ബൈ ദ ബ്രിട്ടീഷ് ഗവർണർ. അതായത് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ആരാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് വില്യം ബെൻഡിക് ആണ്. ഓപ്ഷൻ ഡി ഉള്ള വില്യം ബെൻഡിക് ആണ് സതി നിരോധിക്കുന്നത്. സതി നിരോധിക്കാൻ വേണ്ടി പുറകിൽ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാൽ ആരാണ്, രാജാറാം റോയിയാണ്. അതവിടെ ഓർമ്മിക്കാം. വില്യം ബെൻഡിക്കുമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പോയിന്റുകൾ ഓർമ്മിക്കാണ്ട്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. അതേപോലെ ഇന്ത്യ മസ്റ്റ് ബി റൂൾഡ് ബൈ ഇന്ത്യൻസ്, ഇന്ത്യക്കാർ തന്നെ ഭരിക്കണം എന്നുള്ള പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഒരു ഇംഗ്ലീഷുകാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വില്യം ബെൻഡിക് ആണ്. അതേപോലെ ഇംഗ്ലീഷ് കോർട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷായിട്ട് കൊണ്ടുവരുന്നത് ആരാണ്, വില്യം ബെൻഡിക് ആണ്. കോർട്ട് ലാംഗ്വേജ്, അതായത് കോടതികളുടെ ഭാഷ ഇംഗ്ലീഷായിട്ട് കൊണ്ടുവരുന്നത്. ഇനി ഒന്ന് ഓർമ്മിക്കാനുള്ളത്, ഫസ്റ്റ് മെഡിക്കൽ കോളേജ്, കൽക്കട്ടയിലെ ഫസ്റ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത് വില്യം ബെൻഡിക് ആണ്. ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്, വില്യം ബെൻഡിക് തന്നെയാണ് നമ്മുടെ ആൻസർ. സോ അത് വില്യം ബെൻഡിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്. വാട്ട് ഇസ് ദ ടൈം ലിമിറ്റ് വിത്തിൻ വിച്ച് ആൻ ഇൻഫർമേഷൻ ഇസ് ടു ബി പ്രൊവൈഡഡ് റിഗാർഡിംഗ് ദി ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ അണ്ടർ ദി RTA ആക്ട് 2005. അതായത് നമുക്കറിയാം RTA ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം എന്ത് ചെയ്യണം, ഒരാളുടെ ജീവനോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമോ തമ്മിൽ ഉള്ള ഒരു ഇൻഫർമേഷൻ ഒരാൾ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതൊരു 2 ദിവസത്തിനുള്ളിൽ, അതായത് 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ തിരിച്ചു കൊടുക്കണം എന്നാണ് റൂള്. സോ ലൈഫ് ആൻഡ് ലിബർട്ടിയെ പറ്റിയുള്ള RTA എത്ര ദിവസത്തിനുള്ളിലാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ, എത്ര സമയത്തിനുള്ളിലാണെന്ന് ചോദിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, ആ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇനി RTA ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. RTA റൈറ്റ് ടു ഇൻഫർമേഷൻ കൊണ്ടുവന്ന ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ്. ഇന്ത്യയിൽ കൊണ്ടുവന്ന 2 നിയമം ഓർമ്മിക്കണം. ഒന്ന് പാസ്സാക്കിയതും അതേപോലെ നിലവിൽ വന്നതും. 15 ജൂൺ 2015 2015 അല്ല 2005 കേട്ടോ, ഇതവിടെ മിസ്റ്റേക്ക് പറ്റിയാണ്. 2005 എന്ത് ചെയ്യുന്നത്, RTA ആക്ട് പാസ്സാക്കുന്നത്. അതേപോലെ 12 ഒക്ടോബറിന് ഈ RTA ആക്ട് എന്ത് ചെയ്യും, 2005 അത് നിലവിൽ വരും. ഇനി ഇതിലുള്ളത് RTA അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ അവരുടെ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ആണ് ഇത് എന്ത് ചെയ്യുന്നത്, പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഹെഡ് ക്വാർട്ടറിനെ പറയുന്നതാണ് ഓഗസ്റ്റ് ക്രാന്തി ഭവനെ ഓർമ്മിക്കാം, ന്യൂഡൽഹിയിലാണ്. അതേപോലെ RTA അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫീ എന്ന് പറയുന്നത് ₹10 രൂപയാണ് RTAയുടെ ഫീ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 68. ദ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 എൻഫോഴ്സ്ഡ് വിത്ത് ദ എഫക്റ്റ് ഫ്രം. അതായത് SC/ST അട്രോസിറ്റീസ്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഉണ്ട് 1989. അത് ഏത് ഡേറ്റ് മുതലാണ് എൻഫോഴ്സ് ചെയ്തത്, അതായത് പ്രാബല്യത്തിൽ വന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അത് 1900 ജനുവരി 30 നിങ്ങൾക്കറിയാം ജനുവരി 30 പ്രത്യേകത എന്താണ്, അത് തന്നെയാണ് അത് കൊണ്ടുവരാനുള്ള കാരണം. അത് 1990 30 ജനുവരിയിലാണ് അത് കൊണ്ടുവരുന്നത്.
ഇനി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി. അതവിടെ ഓർമ്മിക്കുക, ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി. സോ തൽക്കാലത്തേക്ക് അതിലൊരു ക്വസ്റ്റ്യനിൽ അത്രയേ ഉള്ളൂ. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 69 ഹൂ റോട്ട് ദി ബുക്ക് എ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ. എ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ ബി തന്നിരിക്കുന്ന മാരി വോൾസ്റ്റോൺ ക്രാഫ്റ്റാണ് ആ ബുക്ക് രചിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയാം. അടുത്ത 2-3 ബുക്കുകൾ. അൺബ്രേക്കബിൾ എന്നുള്ള ബുക്ക് ചെയ്തിരിക്കുന്നത് മേരി കോമാണ്. മേരി കോമിൻ്റെ ബുക്കാണ് അൺബ്രേക്കബിൾ. അടുത്തത് പ്ലേയിങ് ടു വിൻ എന്നുള്ളത് സൈന നെഹ്വാളിൻ്റെ ബുക്കാണ് പ്ലേയിങ് ടു വിൻ. അതേപോലെ തന്നെയുള്ള പേരുള്ള ഒരു ബുക്കാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ സച്ചിൻ ടെണ്ടുൽക്കറുടെ ബുക്കാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. അടുത്ത വുമൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ 1992 നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ നിലവിൽ വരുന്നത്. അതിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സണാണ് ജയന്തി പട്നായിക്. അവരുടെ ഫസ്റ്റിലത്തെ ചെയർപേഴ്സണാണ് ജയന്തി പട്നായിക്. 1992 നിലവിൽ വരുന്നത്. ഇനി കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ വുമൺ കമ്മീഷൻ വരുന്നത് 1996 അതിൻ്റെ ഫസ്റ്റിലത്തത് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ സുഗതകുമാരിയായിരുന്നു. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ MC ജോസഫിനാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആക്ട് വാസ് ഫസ്റ്റ് പാസ്ഡ് ഇൻ. സോ ഇതിൻ്റെ ആൻസർ ഇതിലില്ല, ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ലോകായുക്ത ഉപലോകായുക്ത ആക്ട് ആദ്യമായിട്ട് പാസ് ചെയ്യുന്നത് ഒഡീഷയാണ്. അതവിടെ ഓർമ്മിക്കുക, ഒഡീഷയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ആക്ട് പാസ് ചെയ്യുന്നത്. എന്നാൽ ഈ മഹാരാഷ്ട്ര ഓർമ്മിക്കേണ്ടത് ഈ ലോകായുക്തനെ ഫസ്റ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ്. അതവിടെ ഓർമ്മിക്കുക. ഇനി നമുക്കിവിടെ ഓർമ്മിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ ലോകായുക്ത ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫാണ് കേരളത്തിലെ ലോകായുക്ത. 2019 മുതലാണ് അദ്ദേഹം നിലവിൽ വന്നത്. അടുത്തത് 71 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ പറഞ്ഞിട്ട് പോകാം. ആദ്യം ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്. ക്യാൻ ഐ ഹാവ് എ ഡാഷ് ഓംലെറ്റ് ആൻഡ് ഡാഷ് ആപ്പിൾ വിത്ത് മൈ ടീ. സോ ഇതിൽ വരുന്ന 2 ഏന് തന്നെയാണ് വരുന്നത്. കാരണം ആർട്ടിക്കിൾ 2 ഇപ്പോൾ ഓംലെറ്റിനാണെങ്കിൽ നമുക്ക് ഏനാണ് വരുന്നത്, ഏൻ ആപ്പിളാണ് വരുന്നത്. സോ ഏനാണ് വരിക രണ്ടും. ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് ഓർമ്മിക്കുക. എ യൂഷ്വൽ തിങ് ആണെന്ന് പറയാം, ഏൻ അൺയൂഷ്വൽ തിങ് എന്നാണ് പറയാം. ഇത് രണ്ടും കൺഫ്യൂസിങ് ആണ്. അതിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിച്ചോളാം. എ യൂഷ്വൽ തിങ് ആണ്, അതേപോലെ ഏൻ അൺയൂഷ്വൽ തിങ് എന്നാണ് നമ്മൾ ചേർക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 72 ചൂസ് കറക്റ്റ് ഫോളോയിങ് സെൻറ്റൻസ്. നോ ന്യൂസസ് ആർ ഗുഡ് ന്യൂസസ്. ഇതിനെ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് മിസ്റ്റേക്ക് വന്നത്? ന്യൂസസ് എന്നൊരിക്കലും പറയില്ല. കാരണം ന്യൂസ് എന്ന് മാത്രമേ പറയൂ. ന്യൂസ് എന്ന് മാത്രമേ പറയൂ. കാരണം അതൊരു അൺകൗണ്ടബിൾ നൗണാണ്. അൺകൗണ്ടബിൾ നൗണ് നമ്മൾ സിംഗുലർ ഫോമിൽ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അഡ്വൈസ്, ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ്. ഇത് അഡ്വൈസസ് എന്നൊരിക്കലും പറയില്ല, അഡ്വൈസ്. അതേപോലെ ലഗേജ്, ബാഗേജ്, എക്യുപ്മെൻറ്റ്, സീനറി, ന്യൂസ്, ഇൻഫർമേഷൻ, പോയട്രി, ഇതൊക്കെ നമ്മൾ എല്ലായ്പ്പോഴും പറയേണ്ടത് ഈ ഒരു ഫോമിൽ തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരിക്കലും എസ് അല്ല ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേർക്കാൻ പാടില്ല. സോ ഇതൊക്കെ സിംഗുലർ ഫോമിൽ തന്നെ ഉപയോഗിക്കാം. 73 ക്വസ്റ്റ്യൻ, മാസ്കുലൈൻ ജെൻഡർ ഓഫ് ഡക്ക്. ഡക്കിൻ്റെ മാസ്കുലൈൻ ജെൻഡർ, അതായത് ഡക്ക് എന്നുള്ളത് ഒരു ഫീമെയിൽ ഫോമാണ്. അതിൻ്റെ മാസ്കുലൈൻ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ഡ്രേക്കാണ്. ഡക്കിൻ്റെ ആൺ എന്ന് പറയുന്ന പേരാണ് ഡ്രേക്ക്. ഇപ്പോൾ 2-3 എണ്ണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ഡ്രോൺ എന്നാൽ ബിയുടെ മെയിൽ ഫോമാണ് ഡ്രോൺ. അതേപോലെ ഫോക്സിൻ്റെ ഫീമെയിൽ ഫോമാണ് വിക്സൺ. പിന്നെ ഉള്ളത് സ്റ്റാഗു ഹിൻഡു. ഓർമ്മിക്കുക, സ്റ്റാഗ് ഹിൻഡ്. അതേപോലെ ബുള്ള് കൗ. ഈ ഫസ്റ്റിലത്തെ പറഞ്ഞിരിക്കുന്നതൊക്കെ മെയിലാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതൊക്കെ ഫീമെയിലാണ്. സോ സ്റ്റാഗ് ഹിൻഡ്, ബുള്ള് കൗ, ബുള്ളോക്ക് ഹെയ്ഫർ. അതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൽ ഫീമെയിൽ കോമ്പിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദി അഡ്ജക്റ്റീവ് ഫ്രം ദി ഫോളോയിങ് സെൻറ്റൻസ്. നേഹ കംസ് ഹർ എവരി ഡേ. ഇതിൽ നല്ല അഡ്ജക്റ്റീവ് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ അഡ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. നേഹ കംസ് ഹർ എവരി ഡേ, അതായത് നേഹ ഇവിടെ എല്ലാ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ നേഹ കംസ് ഹർ
എവരി ഡേ എന്നുള്ള നൗണിനെ എവരി എന്നുള്ള ഒരു വിശേഷണം കൊടുത്തിരിക്കുകയാണ്. അപ്പം സി ആണ് നമ്മുടെ ആൻസർ. എവരി ഡേ, എവരി ആണ് ഇവിടെ അഡ്ജക്റ്റീവായിട്ട് വരുന്നത്. 75 നോക്കാം. ഫിൽ ഇൻ ദ സ്യൂട്ടബിൾ കമ്പാരിറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ്. ഹാവ് യു ഹേർഡ് ദി ഡാഷ് ന്യൂസ്. ഹാവ് യു ഹേർഡ് ദി ലേറ്റസ്റ്റ് ന്യൂസ് ആണ്. ഏറ്റവും പുതിയ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയണം? ലേറ്റസ്റ്റ് ന്യൂസ് എന്നാണ് ഇവിടെ പറയാം. 76 ഫിൽ ഇൻ ദ സ്യൂട്ടബിൾ പ്രൊപ്പോസിഷൻ. അത് കറക്റ്റ് പ്രൊപ്പോസിഷൻ അതിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈ മദർ ടോൾഡ് മീ ഡാഷ് നെവർ ക്രൈ ഡാഷ് സ്പിൽറ്റ് മിൽക്ക്. സോ ഇതിൽ നിങ്ങൾക്ക് ഇത് മാത്രം പറഞ്ഞാൽ മതി. ആ ഒരു പഴഞ്ചൊല്ല് മാത്രം അറിയാമെങ്കിൽ തന്നെ നമുക്ക് അവിടെ കിട്ടും. നെവർ ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. അതായത് തൂകിപ്പോയ പിന്നെ എന്താണ് പാലിന് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു അർത്ഥമാണ് ഇതിൽ വരുന്നത്. നെവർ ക്രൈ. സോ ഇതിൻ്റെ ഒരു ഫുൾ ഏതാ വരിക? മൈ മദർ ടോൾഡ് മീ ടു ആണ് വരിക. ടു നെവർ ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഈ ടു വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇമ്പേരറ്റീവ് സെൻറ്റൻസ് ആണ്. നിങ്ങൾക്കറിയാം ഇമ്പേരറ്റീവ് സെൻറ്റൻസിന് ഇതിൻ്റെ ഇൻഡയറക്റ്റ് ഫോമാണിത്. അതായത് ഒരു ഇമ്പേരറ്റീവ് സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അവിടെ ടു അല്ലെങ്കിൽ നോട്ട് ടു ഈ ഒരു ഫോം വെക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ടു വന്നിരിക്കുന്നത്. പല ആൾക്കാരും ചോദിക്കും എന്തുകൊണ്ടാണ് അവിടെ ടു വന്നിട്ടുള്ളത്, ടോൾഡ് മീ ദാറ്റ് എന്നല്ല വരേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ടു ആണ് കുറേ കൂടി അനുയോജ്യമായിട്ടുള്ളത്. 77 ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. മാനേഴ്സ് റിവീൽസ് ട്രൂ ക്യാരക്ടർ. മാനേഴ്സ് റിവീൽ ട്രൂ ക്യാരക്ടർ. ഇതിൻ്റെ പാസീവ് ഫോമാണ് അവർ എന്ത് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ പാസീവ് ഫോം എന്ന് പറയുമ്പോൾ ട്രൂ ക്യാരക്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം ശരിക്കും. സോ മാനേഴ്സ് റിവീൽ ട്രൂ ക്യാരക്ടർ. സോ അതിൻ്റെ ഓപ്ഷനായിട്ട് ഇവർ ഏതാണ്? ട്രൂ ക്യാരക്ടർ ഈസ് റിവീൽഡ് ബൈ മാനേഴ്സ്. ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ആൻസർ. 78ാമത്തെ ക്വസ്റ്റ്യൻ. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് ഫ്രേസ് വിത്ത് വൺ വേർഡ്. ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് സച്ച് എ ചൈൽഡിഷ് ടോക്ക് ഫ്രം എ ഗ്രോ അപ്പ് മാൻ. അതായത് ആ ഒരു ഗ്രോ അപ്പ് മാൻ, ഒരു എന്താണ് മെച്യൂർ ആയിട്ടുള്ള ആളിൽ നിന്നും അങ്ങനെ ചൈൽഡിഷ് ആയിട്ടുള്ള ടോക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ചൈൽഡിഷ് ടോക്ക് എന്നുള്ളതിൻ്റെ ഒരു സിനോണിമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതേ അർത്ഥം വരുന്നൊരു വേർഡാണ് പ്രാറ്റിൽ. പ്രാറ്റിൽ എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രാറ്റിൽ എന്നാൽ എന്താ? ടോക്ക് അറ്റ് ലെങ്ത് ഇൻ എ ഫൂളിഷ് ഓർ ഇൻകോൺസിക്വൻഷ്യൽ വേ. എന്ന് വെച്ചാൽ ഒരു കുട്ടികളുടെ വർത്തമാനം, അതായത് ഒരു മെച്യൂരിറ്റി ഇല്ലാതെ സംസാരിക്കുക, ഫൂളിഷായിട്ട് സംസാരിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുക? പ്രാറ്റിൽ എന്ന് പറയാം. സോ അതവിടെ ഓർമ്മിക്കുക. ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ടാമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഡാമേജ് വരുത്തുക. എന്താ ഒരു ഡാമേജ് വരുത്തുന്നതിനാണ് ടാമ്പർ ചെയ്യുക എന്ന് പറയാം. റിഡിക്കുൾ എന്ന് വെച്ചാൽ പരിഹസിക്കുക. റിഡിക്കുൾ എന്ന് വെച്ചാൽ പരിഹസിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ സ്റ്റാമർ എന്ന് വെച്ചാൽ ഇടറുക, വിൽക്കുക, ഇടറുക എന്നൊക്കെയാണ് സ്റ്റാമറിൻ്റെ മീനിങ്. അടുത്ത ക്വസ്റ്റ്യൻ 79ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ സ്യൂട്ടബിൾ ഇഡിയം. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇഡിയം വെച്ചിട്ട് എന്ത് ചെയ്യാം? അത് ഫിൽ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ദ പോലീസ് കെയിം ടു മൈ ഹൗസ് ആൻഡ് അക്യൂസ്ഡ് മീ ഓഫ് സ്റ്റീലിംഗ് എ നെക്ലേസ് ബട്ട് ഐ ടോൾഡ് ദം ദാറ്റ് ദേ വർ. എന്തായിരുന്നു? പോലീസ് വീട്ടിൽ വന്നിട്ട് എന്ത് പറഞ്ഞു? ഞാനാണ് കളവ് നടത്തിയതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞു that they were barking up the wrong tree. ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള, അതായത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്യുന്നത്. തെറ്റായിട്ടുള്ളതെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ ചില നായ്ക്കളൊക്കെ നമ്മൾ ഓടിച്ചിട്ട് എന്ത് ചെയ്യും? ചില ജീവികൾ ഓടിച്ചിട്ട് മരത്തിലേക്ക് കയറ്റും. പക്ഷേ ജീവികൾ മുകളിൽ കൂടി മരത്തിൻ്റെ മുകളിൽ കൂടി അങ്ങ് പോയിട്ടുണ്ടാവും. എന്നാലും എന്ത് ചെയ്യും? ആ നായ അവിടെ നിന്ന് കുറച്ചുകൊണ്ടേയിരിക്കും വെറുതെ. സോ അതേ ഒരു അർത്ഥം തന്നെയാണ് പറയുന്നത്, വെറുതെ ഒരു കാര്യം ചെയ്യാം. അതിനെയാണ് ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്ന് പറയുന്നത്. അടുത്ത് ഇതിലുള്ള ഒരു ഇഡിയം പറയാം. ഇഡിയം ലുക്കിംഗ് എ ഗിഫ്റ്റ് ഹോഴ്സിൻ്റെ മൗത്ത്. എന്താ? ദാനം കിട്ടിയ പശുവിൻ്റെ വായിൽ പല്ലെണ്ണി നോക്കുന്നുള്ള ഒരു അർത്ഥമാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? ലുക്കിംഗ് എ ഗിഫ്റ്റ് ഹോഴ്സിൻ്റെ മൗത്ത് എന്ന് തന്നെ വരുന്നത്. വൺ ഫോർ ദി റോഡ് എന്ന ഇഡിയത്തിൻ്റെ അർത്ഥമാണ് ഫൈനൽ ഡ്രിങ്ക് ബിഫോർ ലീവിങ് എ പ്ലേസ്. അതായത് ഒരു സ്ഥലം ഒഴിയുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഫൈനൽ ഡ്രിങ്ക്, അതായത് ആൽക്കഹോൾ ഡ്രിങ്കാണ് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഡ്രിങ്കിനെയാണ് വൺ ഫോർ ദി റോഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലാണ് ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ്. ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒപ്പീനിയൻസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നതാണ് ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ്. അതായത് ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് രണ്ടും തമ്മിലും വിപരീത അർത്ഥങ്ങളായിരിക്കും. 80 ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് എ സ്യൂട്ടബിൾ വേർഡ്. ദ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഹെൽപ്പ് അസ് ടു ദ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS ഹെൽപ്സ് അസ് ടു നാവിഗേറ്റ്. നമ്മളെ നാവിഗേറ്റ് ചെയ്യാൻ അതാണ് എന്ത് ചെയ്യുന്നത്?
GPS ഉപയോഗിക്കും. നാവിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഡയറക്ഷൻ തിരിച്ചറിയാനാണ് നാവിഗേറ്റ് ചെയ്യുക. സോ അതാണ് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് വരുന്നത്. ഇതിൽ തന്നിരിക്കുന്ന വേർഡ് നിങ്ങൾക്ക് അറിയാമെന്നിരിക്കുന്നത് നൊസ്റ്റാൾജിയ. നൊസ്റ്റാൾജിയ വെച്ചാൽ ഗൃഹാതുരത്വം എന്ന വേർഡാണ് നൊസ്റ്റാൾജിയ. പിന്നെ ഇതിലുള്ള എൻവലപ്പ് എന്ന് വെച്ചാൽ കവർ ചെയ്യുക, എൻവലപ്പ് ചെയ്യുക. അത് എൻഡോവർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കാര്യം ചെയ്യുക, ഒരു ടാസ്ക് ചെയ്യുന്നതാണ് എൻഡോവർ എന്ന് പറയുന്നത്. പിന്നെ 81ാമത്തെ ക്വസ്റ്റ്യൻ, 81 മുതലുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, നമുക്ക് സ്കീമിൽ വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്കീം എടുത്തു കഴിഞ്ഞ ശേഷം അതിന് പകരം ഇപ്പോൾ മലയാളമാണുള്ളത് ലാംഗ്വേജ്. സോ സ്കീമിൽ അധികമായിട്ടൊന്നും എന്ത് ചെയ്യണ്ട, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാര്യമില്ല. പുതിയ വന്നിട്ടുള്ള സ്കീമുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡിഗ്രി എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കുറച്ച് സ്പീഡിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ട് പോകുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ? NGO അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? NRDP ആണ്. NRDP എന്ന് വെച്ചാൽ നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതാണ് ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ബാക്കിയൊക്കെ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാൽമീകി അംബേദ്കർ ആവാസ് യോജന. വാൽമീകി അംബേദ്കർ ആവാസ് യോജന ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ സ്ലം ഡെല്ലേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട സ്കീമാണ് അത്. PMRY എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ റോസാഗർ യോജന ആണ്. അത് പ്രൈമർലി ടു അസിസ്റ്റ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കൊണ്ടുവന്നത്. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത്. 84 മൈക്രോ ക്രെഡിറ്റ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് എംപവർമെൻറ്റ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ്. സോ ഇത് വേണമെങ്കിലൊന്ന് നോക്കാം. മൈക്രോ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എന്താ, ചെറിയ അളവിലുള്ള ലോണുകളൊക്കെ അവൈലബിൾ ആണ്. എൻ്റർപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ എംപവർമെൻറ്റ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വുമൺ എംപവർമെൻ്റ് ആണ്. ഇത് 3 മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു സ്കീമാണ് കുടുംബശ്രീ. നിങ്ങൾ ഓർമ്മിക്കുക, 1998 കുടുംബശ്രീ എവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്? മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ നിലവിൽ വരുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ് നിലവിൽ വരുന്നത്. 85 സമ്പൂർണ്ണ ഗ്രാമീൺ റോസാഗർ യോജന വാസ് ഡെഡിക്കേറ്റഡ് ടു ദി നാഷൻ ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഏത് പ്രൈം മിനിസ്റ്ററിൻ്റെ കാലത്താണ്? അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസാഗർ യോജന കൊണ്ടുവരുന്നത്. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് MSY? MSYയുടെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. മഹിളാ സമൃദ്ധി യോജനയാണ് MSY. 87 ദ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് അണ്ടർ ICDS സ്കീം. ICDS സ്കീമിൻ്റെ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ തന്നിരിക്കുന്നതിൽ ചിൽഡ്രൻ ഓഫ് SC/ST, ചിൽഡ്രൻ ബിലോ പോവർട്ടി ലൈൻ, ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6 years. അതാണ് നമ്മുടെ ആൻസർ ICDSൽ വരുന്നത്. ഇന്ദിരാ ആവാസ് യോജന ഈസ് റിലേറ്റഡ് ടു ദി കൺസ്ട്രക്ഷൻ ഓഫ്. ഇന്ദിരാ ആവാസ് യോജന ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ ഏതാണ്? റൂറൽ ഹൗസിംഗ് ആണ് ഇന്ദിരാ ആവാസ് യോജന. 89 ജവഹർ റോസാഗർ യോജന വാസ് ലോഞ്ച്ഡ് ബൈ. ജവഹർ റോസാഗർ യോജന ലോഞ്ച് ചെയ്യുന്നത് ആരാണ്? രാജീവ് ഗാന്ധിയാണ് ജവഹർ റോസാഗർ യോജന ലോഞ്ച് ചെയ്തത്. അന്ത്യോദയ അന്ന യോജന വാസ് ലോഞ്ച്ഡ്. അന്ത്യോദയ അന്ന യോജന AAY എന്ന് പറയുന്നത് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2000 ഡിസംബർ 25 ഡിസംബർ 25 ഓർമ്മിക്കാം. AB വാജ്പേയിയുടെ ജന്മദിനമാണ് ഡിസംബർ 25. 91 മുതലുള്ള IT ആണ്. ഓക്കെ പറയാം. വാട്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS എന്നറിയപ്പെടുന്നത് ഏത് ടൈപ്പാണ്? അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ ആ സിസ്റ്റം എന്തില്ല, വർക്ക് ചെയ്യില്ല. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC? ENIAC എന്നുള്ള ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. സോ ഇതിൽ തന്നിരിക്കുന്ന ആദ്യത്തെ ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ അവിടെ കിട്ടും. അപ്പോൾ ആ ഒരു ആൻസർ തുടങ്ങുന്ന ഇലക്ട്രോണിക് എന്ന് തുടങ്ങുന്ന B മാത്രമേ ഉള്ളൂ. സോ അത് മാത്രം ഓർമ്മിക്കുക, ഇലക്ട്രോണിക് ആണ്. ഒരിക്കലും ഇലക്ട്രിക്കലൊന്നും വരില്ല ഇതിൽ. കമ്പ്യൂട്ടറിൻ്റെ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ്. ഞാൻ ഇവിടെ തന്നിരിക്കുന്നത് കുറച്ച് അബ്രിവേഷൻസ് ആണ്. ഇതെന്ത് ചെയ്യുക, ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതെന്ത് ചെയ്യുക, പഠിച്ചു നോക്കുക. ഇത് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം അറിയാത്തത് മാത്രം എഴുതിയെടുത്തിട്ട് ശേഷം പഠിക്കുക. അത് 99 ദി അൺഓതറൈസ്ഡ് റീപ്രൊഡക്ഷൻ ഇൻ ദ കമ്പ്യൂട്ടർ ക്രൈം ഈസ് കൺസിഡർഡ് ആസ്. അതായത് എന്താണ്, ഒരാൾ അൺഓതറൈസ്ഡ് റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ അറിയാണ്ട് എന്ത് ചെയ്യുക, ആ കാര്യം വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ചില കണ്ടൻറ്റുകളൊക്കെ വീണ്ടും അവരറിയാതെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് കമ്പ്യൂട്ടർ ക്രൈം വരുന്നത് സോഫ്റ്റ്വെയർ പൈറസി എന്നുള്ള വിഭാഗത്തിലാണ്. സോഫ്റ്റ്വെയർ പൈറസി. സോ ഇതിൽ ഓർമ്മിക്കേണ്ട 2-3 ടൈപ്പ് സൈബർ ക്രൈം ഉണ്ട്. ഒന്ന്
ഫിഷിംഗ് ഓർമ്മിക്കുക. ഫിഷിംഗ് എന്ന് വെച്ചാൽ തന്നെ ഈ ഓൺലൈൻ യൂസർ നെയിം പാസ്വേഡൊക്കെ എന്ത് ചെയ്യാം, മോഷ്ടിച്ചുകൊണ്ടോ, അതായത് കാണാതെ എടുത്തുകൊണ്ടോ, നമുക്ക് മനസ്സിലാവാണ്ട് അത് എടുത്തുകൊണ്ടോതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. മാൽവെയർ, സ്പൈവെയർ എന്താണ്? മാൽവെയർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ പറയുന്ന ജനറലി പറയുന്ന പേരാണ് എന്ത്, മാൽവെയർ. സ്പൈവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്പൈ ചെയ്യുക, അതായത് ഒളിഞ്ഞു നോക്കിയിട്ട് അതെന്ത് ചെയ്യും, ആ ഒരു കാര്യങ്ങളൊക്കെ വേറെ സൈറ്റിലേക്ക് കൈമാറും, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് സ്പൈവെയർസ്. 94 IT ആക്ട് 2000 വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ദ പണിഷ്മെൻറ്റ് ഓഫ് സൈബർ ടെററിസം. IT ആക്ടിലെ സൈബർ ടെററിസം ഏതാണ്, 66F ആണ് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 66 ജനറലായിട്ട് ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് 66 വരുന്നത്. അതിന് 66A സെൻഡിങ് ഓഫ് ഒഫൻസീവ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് 66A. എന്നാൽ അതെന്ത് ചെയ്തു, 2015 66A എന്ത് ചെയ്തു, സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, അത് പിന്നെ നിർത്തലാക്കിച്ചിട്ടുണ്ട്. കാരണം അത് എന്താണ്, ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ടൈമിൽ. 67A ഓർമ്മിക്കുക, പോണോഗ്രഫിയാണ്. 67B ചൈൽഡ് പോണോഗ്രഫിയാണ്. ഇത് രണ്ടും കൂടി ഓർമ്മിക്കുക. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഓഫ് IT ആക്ടിലാണ്. 2000 IT ആക്ട് വരുന്നത്, 2008 അമെൻഡ് ചെയ്യുന്നത്. അതുകൂടി ആ ഇയർ കൂടി ഓർമ്മിക്കുക. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിങ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ ഇൻ ടു ദി ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. അതായത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഫയലുകൾ റാൻഡം ആക്സസ് മെമ്മറി, ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി വെച്ചാൽ റാമിലേക്ക് ലോഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബൂട്ടിംഗ്. സോ ബൂട്ടിങ്ങിനാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ. ബൂട്ടിംഗ് 2 ടൈപ്പ് ഉണ്ട്. കോൾഡ് ബൂട്ടിംഗ് ഉണ്ട്, അതേപോലെ വാം ബൂട്ടിംഗ് ഉണ്ട്. കോൾഡ് ബൂട്ടിംഗ് എന്ന് വെച്ചാൽ സിസ്റ്റം മൊത്തമായിട്ട് ഓഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പിന്നെ ഓണാക്കുമ്പോഴാണ് കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. എന്നാൽ വാം ബൂട്ടിംഗ് എന്ത് ചെയ്യും, വിത്തൗട്ട് സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫ് ഒന്നും ചെയ്യാണ്ട് ചില സോഫ്റ്റ്വെയർ ക്രാഷൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബൂട്ട് ചെയ്യുന്നതിന് വാം ബൂട്ടിംഗ് എന്നാണ് പറയുന്നത്. 96ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ്സർ ഓഫ് എ കമ്പ്യൂട്ടർ ടു സിമുലേറ്റ് എ സിംഗിൾ പ്രോസസ്സർ ഇൻ ടു വെർച്വൽ പ്രോസസ്സർ ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു സിംഗിൾ പ്രോസസ്സറിനെ 2 വെർച്വൽ പ്രോസസ്സറാക്കിയിട്ട് മാറ്റുന്ന ടെക്നോളജി പറയുന്ന പേരാണ് ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജി. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ, ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജി. അപ്പോൾ ഇതിൽ തന്നെ വേറൊരു പേരോട് വരുന്നുണ്ട്, എന്താണ്, അലോ സിംഗിൾ പ്രോസസർ കോർ ടു എക്സിക്യൂട്ട് 2 ഇൻഡിപെൻഡൻറ്റ് ത്രെഡ്സ് സൈമൾട്ടേനിയസ്ലി. സോ അലോ സിംഗിൾ പ്രോസസർ കോർ ടു എക്സിക്യൂട്ട് 2 ഇൻഡിപെൻഡൻറ്റ് ത്രെഡ്സ് സൈമൾട്ടേനിയസ്ലി. ആ ഒരു ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജിയിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലൊരു ടെക്നോളജിയാണ് ഡ്യുവൽ കോർ ടെക്നോളജി. ഈ ടെക്നോളജിയെ പറയുന്ന ഒരു പേര് കൂടി ഓർമ്മിക്കുക, ഡ്യുവൽ കോർ ടെക്നോളജി എന്നും ഇതിനെ പേര് പറയുന്നുണ്ട്. 97 വിച്ച് വൈറസ് ഈസ് ട്രീറ്റഡ് ആസ് ദി ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ഏതാണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ C അല്ല, ക്രീപ്പർ വൈറസ് ആണ്. ഓപ്ഷൻ C അല്ല, ക്രീപ്പർ. അല്ലെങ്കിൽ ബ്രെയിൻ തന്നു കഴിഞ്ഞാലും എന്താണ്, അതും അതിൻ്റെ ആൻസർ തന്നെയാണ്. കാരണം രണ്ടും ഒരു വേറെ കാര്യത്തെ പറ്റി പറയുകയാണ്. ബ്രെയിനാണ് ആദ്യം ശരിക്കും വരുന്നത്, ബ്രെയിൻ എന്നുള്ള വൈറസ്. പിന്നെ ക്രീപ്പർ എന്നുള്ള വൈറസ് അതിന് ശേഷം വരുന്നതാണ്. സോ അതവിടെ ഓർമ്മിക്കാം. ഇനി ഇതിലുള്ള ഫസ്റ്റ് മൊബൈൽ വൈറസ് ഓർമ്മിക്കുക, കബീറാണ് ഫസ്റ്റ് മൊബൈൽ വൈറസ്. അടുത്ത് വേം എന്നാണ്. വേം എന്ന് വെച്ചാൽ അതായത് ഒരു സോഫ്റ്റ്വെയർ അതിനെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, അതായത് മൾട്ടിപ്പിൾ ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്ന സോഫ്റ്റ്വെയറാണ് വേംസ് എന്ന് പറയുന്നത്. അടുത്തത് വൈറസിൻ്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞില്ല, വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീസ് എന്നാണ് വൈറസിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വാസ് ദി ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഇൻ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്താണ്, ആർച്ചിയാണ്. ആർച്ചിയാണ് ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓർമ്മിക്കേണ്ടവരാണ് അഡ ലവ്ലേസ് ആണ് ഫസ്റ്റ് പ്രോഗ്രാമർ. അതായത് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണെന്ന് വെച്ചാൽ അഡ ലവ്ലേസ് ആണ്. അതേപോലെ നെക്സസ് ആണ് ഫസ്റ്റ് വെബ് ബ്രൗസർ. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് നെക്സസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് എപ്പിക് ആണ്. സോ ഓർമ്മിക്കാം, വെബ് ബ്രൗസർ ഇത് തമ്മിൽ മാറിപ്പോയിട്ട് സെർച്ച് എഞ്ചിൻ വെബ് ബ്രൗസറൊക്കെ വേറെ കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സെർച്ച് എഞ്ചിനാണ്. ആദ്യത്തെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് നെക്സസും ഇന്ത്യയിലെ വെബ് ബ്രൗസർ എപ്പിക്കുമാണ്. അടുത്തത് 99, വെൻ ഈസ് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ സെലിബ്രേറ്റഡ്. വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഡിസംബർ 2 വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ വരുന്നത്. ഇനി കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്ന് പറഞ്ഞ ഡേ ഉണ്ട്, അത് നവംബർ 30 കമ്പ്യൂട്ടർ സെക്യൂരിറ്റി, ഇവിടെ ഓർമ്മിക്കേണ്ടത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയാണ്. അതേപോലെ ഒരു ഡേ ആണ് ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേ.
ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ മെയ് 17 ഓക്കെ ഓക്കെ ആ ഒരു കാര്യങ്ങൾ അവിടെ ഓർമ്മിക്കാം. 100ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദി ഫുള്ളി ഫോർമാറ്റഡ് ഫുള്ളി സപ്പോർട്ടഡ് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആദ്യത്തെ ഫുള്ളി സപ്പോർട്ടഡ് ആയിട്ടുള്ള 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS എന്ന് പറയുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഏതാണ്? നമ്മുടെ ആൻസർ ഇവിടെ തന്നിരിക്കുന്നതിൽ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ലിനക്സ് ആണ് ആദ്യത്തെ 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫുള്ളി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പറേറ്റിംഗ് ആണ് ബോസ് എന്നാൽ ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എന്നാണ്. ഇന്ത്യയുടെ സ്വന്തം എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ബോസ് എന്ന് പറയുന്ന BOSS. അടുത്തത് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതൊക്കെ എന്താണെന്നുള്ളതാണ് ചോദിക്കുക ചിലപ്പോൾ. എന്താണ് സ്നോ ലിയോപാഡ് അല്ലെങ്കിൽ ലിയോപാഡ്, ടൈഗർ, പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ, ഇതൊക്കെ വരുന്നത് മാക്കിൻ്റെ OSകളാണ്. അതായത് മാക്കിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേർഷൻസിനെ പറയുന്ന പേരാണ് ഈ തന്നിരിക്കുന്ന ഈ ലിസ്റ്റിലുള്ളതൊക്കെ. സോ ഇത് തന്നിട്ട് എന്താണെന്നുള്ളത് ചിലപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസറായിട്ട് എഴുതേണ്ടതാണ് മാക്കിൻ്റെ OS വേർഷൻസ് ആണ് ഈ തന്നിരിക്കുന്നതൊക്കെ. സോ പുതിയൊരു എന്താണ് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണുന്നവരായി. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.